നമസ്കാരം. സൽമാൻ രാജാവും മകനും സൗദി കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാനും തമ്മിൽ അസ്വാരസ്യങ്ങളെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ. MBSന്റെ അധികാരങ്ങളിൽ പലതും രാജാവ് വെട്ടിക്കുറച്ചെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഖഷോഗി കൊലപാതകത്തിന് ശേഷമാണ് സൗദി അധികാര കേന്ദ്രങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയതെന്നുമാണ് സൂചന. മതമൗലികവാദികളുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്ന സൗദി അറേബ്യയിൽ കിരീടാവകാശിയായി മുഹമ്മദ് ബിൻ സൽമാൻ എത്തിയപ്പോൾ അതിന്റെ പ്രതീക്ഷയോടെയാണ് ലോകം കണ്ടത്. സൗദിയിൽ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളും സ്ത്രീകൾ നേരിടുന്ന അസ്വാതന്ത്ര്യവുമൊക്കെ പരിഹരിക്കപ്പെടുമെന്നും പ്രതീക്ഷിച്ചു. അഴിമതിക്കെതിരെയാണ് പോരാട്ടമെന്ന് പ്രഖ്യാപിച്ച് രാജകുടുംബാംഗങ്ങളടക്കമുള്ള പ്രമുഖരെ തടവിലാക്കി MBS തുടക്കം ശക്തമാക്കുകയും ചെയ്തു. രാജ്യത്തെ മതനേതൃത്വത്തിൽ നിന്നടക്കം കടുത്ത എതിർപ്പുകൾ ഉണ്ടായിട്ടും സ്ത്രീകൾക്ക് സമൂഹത്തിൽ കൂടുതൽ ഇടപെടാനുള്ള അവസരങ്ങൾ ഒരുക്കി MBS വരവ് തെളിയിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ്, വ്യവസായങ്ങൾ തുടങ്ങാനുള്ള അനുമതി, ഫുട്ബോൾ സ്റ്റേഡിയത്തിലെത്തി കളി കാണാൻ അനുമതി തുടങ്ങി സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഉത്തരവുകൾ അദ്ദേഹം ഒന്നിനു പിന്നാലെ ഒന്നൊന്നായി നൽകിക്കൊണ്ടിരുന്നു. MBS സുശക്തനായി സൗദിയിലും മറ്റ് രാജ്യങ്ങളിലും പരിഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജമാൽ ഖഷോഗി എന്ന മാധ്യമപ്രവർത്തകൻ തുർക്കിയിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. സൗദിയിൽ നിന്ന് അമേരിക്കയിൽ അഭയം തേടിയ ഖഷോഗി തുർക്കിയിലെ എംബസിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് ആസൂത്രിത കൊലപാതകമായിരുന്നുവെന്ന് വൈകാതെ തന്നെ തെളിഞ്ഞു. തന്റെ ദൗത്യ സംഘത്തെ അയച്ച് കൊല നടത്തിയത് MBS ആണെന്ന് ആരോപണവും ഉണ്ടായി. എന്നാൽ ആരോപണങ്ങളെല്ലാം MBS നിഷേധിച്ചുകൊണ്ടിരുന്നു. ഖഷോഗി സംഭവം രാജ്യാന്തര തലത്തിൽ സൗദിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയിരുന്നു. ലോകം മുഴുവൻ സൗദിയെ പ്രതിസ്ഥാനത്ത് നിർത്തി. സൽമാൻ രാജാവും മുഹമ്മദ് ബിൻ സൽമാനും ആവർത്തിച്ചു പറഞ്ഞിട്ടും ലോകത്തിന്റെ സംശയം മാറിയില്ല. പതിയെ ആ സംശയം സൽമാൻ രാജാവിലും ഉണ്ടായി എന്നാണ് സൂചന. അടുത്തിടെ MBSന്റെ അധികാരങ്ങളിൽ പലതും എടുത്തുമാറ്റിയതും അതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സൽമാൻ രാജാവും MBSുമായുള്ള അഭിപ്രായ വ്യത്യാസം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ട്. തന്റെ അധികാരങ്ങളിൽ പലതും പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് MBS അടുത്തിടെ നടന്ന പല ഉന്നത മന്ത്രിതല യോഗങ്ങളിലും പങ്കെടുത്തിരുന്നില്ലെന്നും റിപ്പോർട്ടുണ്ട്. സാമ്പത്തിക വിനിയോഗ അധികാരങ്ങളാണ് MBSന് പ്രധാനമായും നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ചൊടിപ്പിച്ചതും ഇതുതന്നെയാണെന്നാണ് വിലയിരുത്തൽ. മുതിർന്ന മന്ത്രിമാർക്കായുള്ള യോഗം ഈ മാസം ആദ്യം സൽമാൻ രാജാവ് വിളിച്ചു ചേർത്തിരുന്നു. MBSനോടും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ MBS അതിന് തയ്യാറായില്ല. ഇതിൽ കുപിതനായ സൽമാൻ രാജാവ് വലിയ സാമ്പത്തിക ഇടപാടുകൾക്ക് തന്റെ നേരിട്ടുള്ള അനുമതി ആവശ്യമാണെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതും അച്ഛനും മകനുമായുള്ള അകലം കൂട്ടിയതായി സൗദിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഉന്നതരുടെ സന്ദർശന പരിപാടികളിൽ നിന്നും MBS വിട്ടുനിൽക്കുകയാണെന്നാണ് സൂചന. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് സൗദിയിലെത്തിയപ്പോൾ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താൻ MBS തയ്യാറായില്ല. ലോകാരോഗ്യ സംഘടനയുടെ തലവനുമായും ഇന്ത്യയുടെയും ചൈനയുടെയും അംബാസിഡർമാരുമായുള്ള കൂടിക്കാഴ്ചയും മുടങ്ങി. പിതാവുമായുള്ള ഏറ്റുമുട്ടലിലൊടുവിൽ MBS തന്നെ വിജയം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.